സ്റ്റുഡൻസ്, ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. പാർട്ട്ണർഷിപ്പ് എന്താണ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, സോ വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ആൻഡ് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓർ ദ ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ്. അതേപോലെ എന്തൊക്കെ റിലേഷനാണ്, എന്തൊക്കെയാണ് ഓരോ പാർട്ട്നേഴ്സിന് തമ്മിലുള്ള റൈറ്റ്സ്, ഇത്രയും കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. സോ ടുഡേ വി ആർ മൂവിങ് ഓൺ ടു റിലേഷൻസ് ഓഫ് പാർട്ട്നേഴ്സ് ടു ദ തേർഡ് പാർട്ടി. ഒരു മൂന്നാമത് ഒരാൾ, അതിനെയാണ് ഇപ്പോൾ പാർട്ട്നേഴ്സ് അല്ലാതെ പുറത്തുനിന്നുള്ള ഒരു ഗവൺമെൻറ് ബോഡിയോ ഏതെങ്കിലും ഒരു പേഴ്സണോ ഒക്കെ നമുക്ക് തേർഡ് പാർട്ടി എന്ന് പറയാം. അപ്പോൾ അവരുമായിട്ടുള്ള റിലേഷൻസ് എന്താണെന്ന് അതിൽ ഫസ്റ്റാണ് ഈച്ച് പാർട്ട്ണർ ആക്ട് ആസ് എൻ ഏജൻറ്റ് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ഏജൻറ്റ് പോലെയാണ് ഓരോ പാർട്ട്നേഴ്സും ആക്ട് ചെയ്യുന്നത്. So, the first and most important principle in the relation between the partners and the third party is the rule that each partner is an agent of the firm. ഇപ്പോൾ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഒരു ഏജൻ്റാണ്. ആ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫേമിൻ്റെ എല്ലാ ബിസിനസ്സിൻ്റെയും പർപ്പസ് അവരിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് സെഷൻ 18 ഓഫ് ദിസ് പാർട്ട്ണർഷിപ്പ് ആക്ടിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈച്ച് പാർട്ട്ണർ ആസ് എൻ ഏജൻറ്റ് ഓഫ് ദ ഫേം എന്നത്. So, the partner will be liable for all the acts of other partners as if he is a principal. അപ്പോൾ ഓരോ പാർട്ട്നേഴ്സ് ഏജൻറ്റും ആണ്, അതുപോലെ പ്രിൻസിപ്പളും ആണ്. അപ്പോൾ ഓരോ പ്രിൻസിപ്പളിൻ്റെ ഡ്യൂട്ടി എന്താ, ഓരോ ഏജൻറ്റ്സ് എന്ത് ചെയ്യുന്നു അതിനൊക്കെ റെസ്പോൺസിബിൾ ആയിരിക്കും പ്രിൻസിപ്പൽ. സോ ഫോർ ദ ആക്ട് ഓഫ് ഓൾ അതർ പാർട്ട്നേഴ്സ് എവറി പാർട്ട്ണർ വിൽ ബി responsible, and the partnership is a relation between the partners who have agreed to share the profit of the business carried on by all or any of them acting for all. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു ഫീച്ചറായിട്ട് എല്ലാവരും ചിലപ്പോൾ ബിസിനസ്സിൽ ഇൻവോൾവ് ആവാം, അല്ലെങ്കിൽ 1-2 പേരായിരിക്കാം മൊത്തത്തിൽ റൺ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ ആക്ടിവിറ്റീസിനും റെസ്പോൺസിബിൾ ആണ് ഓരോ പാർട്ട്നേഴ്സ് എന്ന ഈ ഒരു ഏജൻറ്റ് ഓഫ് ദി ഫേം ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യം. സോ the practical consequence is that from the perspective of a third party, he can file a suit against the partners, generally even though he has entered into a contract only with one or some of the partners. അപ്പം ഏതെങ്കിലും ഒരു പുറത്തുനിന്ന് ഒരാൾക്ക് ഏതെങ്കിലും ഒരു പാർട്ട്ണറിനെ തട്ടിയിട്ടൊരു പ്രശ്നമുണ്ടെങ്കിൽ അയാൾക്ക് കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവും. അപ്പം എന്തായാലും അവർ വൾനറബിളും ആയിരിക്കും, തേർഡ് പാർട്ടീസ് കൂടുതൽ സെക്വേർഡ് ആയിരിക്കും. ഒരു എന്ത് കുറ്റം ചെയ്താലും കൂടെയുള്ള പാർട്ട്ണർ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അതിനെല്ലാം റെസ്പോൺസിബിൾ ആയിരിക്കും ദ അതർ വൺ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് റിലേഷൻ ടു ദ തേർഡ് പാർട്ടി. Second one is the joint and several liabilities of a partner. ജോയിൻറ്റും അതുപോലെ സെവറൽ ലയബിലിറ്റീസിനും റെസ്പോൺസിബിൾ ആണ്. അത് സെഷൻ 25 ആദ്യത്തേത് സെഷൻ 18 ആയിരുന്നു, ഇത് സെഷൻ 25 ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് every partner is liable for all the act of the firm done while he is a partner. ഇപ്പം ഞാൻ ഒരു കമ്പനിയുടെ പാർട്ട്ണർ, ഒരു ഫേമിൻ്റെ പാർട്ട്ണർ ആണെങ്കിൽ ആ സമയത്ത് ഞാൻ പാർട്ട്ണറായിരിക്കുന്നിടത്തോളം കാലം ആ ഫേമിൽ എന്തൊക്കെ സംഭവിച്ചാലും ആ ഫേമിൽ എന്ത് ചെയ്താലും അതിനൊക്കെ റെസ്പോൺസിബിൾ ആരായിരിക്കും, ഞാനും ആയിരിക്കും. അപ്പോൾ ലയബിലിറ്റി ഒരു ജോയിൻറ്റും ആണ്, അതുപോലെ സെവറൽ ലയബിലിറ്റീസും ഉണ്ട്. സോ ജോയിൻറ്റ് ആൻഡ് സെവറൽ ലയബിലിറ്റി മീൻസ് ഫോർ എവറി ആക്ട് ഓഫ് ദ ഫേം എ പാർട്ട്ണർ ക്യാൻ ബി സ്യൂഡ് ഇൻഡിവിജ്വലി ആൻഡ് കൺജോയിൻറ്റ്ലി വിത്ത് ദ അതർ പാർട്ട്നേഴ്സ്. ഇപ്പം ഫേം എന്തോ ഒരു കാര്യം തേർഡ് പാർട്ടിക്ക് എതിരെയാണ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അത് ഞാൻ എന്ന പാർട്ട്ണർ ആയിരിക്കില്ല, വേറൊരു പാർട്ട്ണർ കാരണമായിരിക്കാം. പക്ഷേ തേർഡ് പാർട്ടിക്ക് വേണമെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും എതിരെ കേസ് കൊടുക്കാം. അങ്ങനെ ഒരു റൈറ്റ് ആണ് ഈ ജോയിൻറ്റ് ആൻഡ് സെവറൽ ലയബിലിറ്റീസ് ആ ഫേമിൽ പറഞ്ഞിരിക്കുന്നത്. എന്ത് ആക്ടിവിറ്റി ആ ഫേമിൽ നടന്നാലും, എന്ത് ആക്ട് നടന്നാലും അതിന് ഫുള്ളി ഓൾ പാർട്ട്നേഴ്സ് വിൽ ബി റെസ്പോൺസിബിൾ. ഓക്കെ, ദ തേർഡ് വൺ ഈസ് അതോറിറ്റി ഓഫ് ദി ഏജൻറ്റ്. അതോറിറ്റി ഓഫ് ദി ഏജൻ്റ് ആണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അതോറിറ്റി ഓഫ് ദ പാർട്ട്ണർ ടു ബൈൻഡ് ദ ഫേം ഓർ കോ-പാർട്ട്നേഴ്സ് അറൈസസ് ബിക്കോസ് ഓഫ് ദി ഏജൻറ്റ്സ് ഇംപ്ലൈഡ് ഓർ എക്സ്പ്രസ് അതോറിറ്റി. ഓരോ ഏജൻറ്റ് എന്ന് വെച്ചാൽ ഓരോ പാർട്ട്നേഴ്സിന് 2 രീതിയിലുള്ള അതോറിറ്റിയാണ് ഒരു പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് എക്സ്പ്രസ് അതോറിറ്റി ആസ് വെൽ ആസ് ഇംപ്ലൈഡ് അതോറിറ്റി. 2 types of authorities are available for each of the partners, like express and implied authority. What is express authority? So where the authority of the partner to act is expressly conferred by an agreement, it is called express authority. We have discussed in the contract that there are 2 types of contract, express contract and implied contract. കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്. അപ്പോൾ എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ ഓറൽ ഓർ റിട്ടേൺ ആയിട്ട് നമ്മളൊരു അഗ്രിമെൻറ്റ് ഉറപ്പാക്കിയിട്ടുണ്ട്, സൈൻ ചെയ്തോ അല്ലെങ്കിൽ പറഞ്ഞോ ഒരു അഗ്രിമെൻറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആണ്. എന്നാൽ ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ബൈ ദ conduct of the parties we come to know about that contract. ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അതിലൊരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മളുടെ ഒരു അഗ്രിമെൻ്റ് ആയിട്ട് സൈൻ ചെയ്ത് ഓറൽ ഓർ റിട്ടേൺ രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒന്നിനെ നമ്മൾ എക്സ്പ്രസ് അതോറിറ്റി എന്ന് പറയും. സോ ഈവൻ ആൻ ആക്ട് വുഡ് ബി
normally outside the implied authority of a partner would be binding on the firm if it falls within his express authority. പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന് അതോറിറ്റി ഉണ്ടാവും. അതേപോലെ സെക്കൻഡ് വൺ ആണ് ഇംപ്ലൈഡ് അതോറിറ്റി. ഇംപ്ലൈഡ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? where the authority of the partner is implied from the conduct of the party or from circumstances. ചുറ്റുപാടുള്ള സർക്കംസ്റ്റൻസസ് കാരണോ അല്ലെങ്കിൽ അവരുടെ കണ്ടക്റ്റ് കാരണം ഒരു പാർട്ട്ണറായിട്ട് തോന്നുന്നു. അപ്പം ഒരു പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻറ്റ് ചിലപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതൊരു സൈലൻറ്റ് അഗ്രിമെൻ്റ് ആയിരിക്കാം. പക്ഷേ ആ ഫേമിൻ്റെ എല്ലാ ആക്ടിവിറ്റീസ് അയാൾ ഇൻവോൾവ് ചെയ്തെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹി വിൽ ബി ഇൻവോൾവ് ആസ് എ പാർട്ട്ണർ. ഇപ്പോൾ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിൽ ആൻഡ് ഹോൾഡിംഗ് ഔട്ട് ഒക്കെ പറഞ്ഞില്ലേ, അപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് അയാൾക്ക് പാർട്ട്ണറാണ് അങ്ങനെ തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സിൽ നമ്മൾ പലതും പറഞ്ഞു. ആ പാർട്ട്നേഴ്സൊക്കെ ആവുന്നത് ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്രസ്ഡ് ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഒരു ഇംപ്ലൈഡ് ഫോമിലും ഉണ്ടാവും. അങ്ങനെയുള്ള പാർട്ട്നർഷിപ്പും ഉണ്ടാവും, അതുകൊണ്ടുള്ള അതോറിറ്റി ഉണ്ടാവും. അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ആക്ട് ഈസ് ഡൺ ഇൻ എ യൂഷ്വൽ വേ. അതായത് സാധാരണ ബിസിനസ്സിലുള്ള കസ്റ്റംസ് പ്രാക്ടീസ് തന്നെ ആയിരിക്കണം അവരും ആ പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്നത്. അതേപോലെ ദ ആക്ട് മസ്റ്റ് ബി ഡൺ ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ദ ഫേം. ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുന്നത്. ആൻഡ് ആ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഫേമിൻ്റെ യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഉപയോഗിച്ചാലും അതൊരു ഇംപ്ലൈഡ് അതോറിറ്റി ആയിട്ട് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. പക്ഷേ ഇംപ്ലൈഡ് അതോറിറ്റിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു സ്റ്റാറ്റുറ്ററി ആയിട്ട് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത പക്ഷം അല്ലെങ്കിൽ ആ റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കിയാൽ ഒരാൾ ഇംപ്ലൈഡ് അതോറിറ്റിയിലായിരിക്കും. ദാറ്റ് ഈസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി യൂസേജ് ഓർ കസ്റ്റം ഓഫ് ട്രേഡ് ടു ദ കോൺട്രറി ദ ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണർ ഡസ് നോട്ട് എംപവർ ഹിം ടു സബ്മിറ്റ് എ ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു ദ ബിസിനസ് ഓഫ് ദ ഫേം ടു ആർബിട്രേഷൻ. അപ്പം ഇയാൾ ഇംപ്ലൈഡ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ജസ്റ്റ് അവർ പാർട്ട്ണർഷിപ്പ് ഒന്നും സൈൻ ചെയ്തിട്ടൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്, അല്ലാതെ അവരുടെ ആക്ടിവിറ്റി കൊണ്ടാണ്. പക്ഷേ അതിലുള്ള ഈ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും നമ്മുടെ കമ്പനിക്കെതിരെയോ കമ്പനിയെ പേരിലോ ഒരിക്കലും ഒരു ഡിസ്പ്യൂട്ട് സബ്മിറ്റ് ചെയ്യാനോ ഒരു കോടതിയിൽ ഒരു കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാനോ. ഇപ്പം ഫേമിൻ്റെ ബിഹാഫിൽ എൻ്റെ പേര് ഇപ്പോൾ ഞാൻ ഒരു സൈലൻ്റ് ആയിട്ടാണ്, എനിക്കൊരു പാർട്ട്ണർഷിപ്പ് ഡീഡൊന്നും ഞാൻ സൈൻ ചെയ്തിട്ടില്ല, പക്ഷേ ഇംപ്ലൈഡ് ആയിട്ട് ഞാൻ പാർട്ട്ണറാണ്. അങ്ങനെയുള്ള ഞാൻ എൻ്റെ കമ്പനി ഒരു ഫേമിൻ്റെ പേരും വെച്ച് എൻ്റെ പേരിൽ ഒരു ലോൺ എടുക്കാനോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ സമ്മതിക്കില്ല. ദെൻ കോംപ്രമൈസ് എനി ക്ലെയിം ഓർ പോർഷൻ ഓഫ് ദി ക്ലെയിം ബൈ ദ ഫേമിൻ്റെ ഒരു ക്ലെയിമിൻ്റെ ഒരു പോർഷൻ എനിക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടാവില്ല. അതുപോലെ ഒരു കേസ് കൊടുത്തത് വിഡ്രോ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ദെൻ അഡ്മിറ്റ് എനി ലയബിലിറ്റി ഇൻ എ സ്യൂട്ട് ഓർ പ്രൊസീഡിങ്സ് എഗെയിൻസ്റ്റ് ദ ഫേമിനെതിരെ ആയിട്ട് ഒരു ലയബിലിറ്റി ഏൽക്കാനോ അത് അഡ്മിറ്റ് ചെയ്യാനോ അതിൻ്റെ പ്രൊസീഡിങ്സിൽ ഏർപ്പെടാനോ ഒന്നുമുള്ള റൈറ്റ് ഇല്ല. അതുപോലെ ഫേമിൻ്റെ ബിഹാഫിൽ ഒരു പ്രോപ്പർട്ടി ഗെയിൻ ചെയ്യാനോ എൻ്റെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാം. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ചിലപ്പോൾ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഫേമിന് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫേമിൻ്റെ കുറച്ച് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, അതൊക്കെ ഇമ്മൂവബിളാണ്, മാറ്റാൻ പറ്റാത്തതല്ലേ. അങ്ങനെയുള്ളത് ട്രാൻസ്ഫർ ചെയ്യാനോ അതുപോലെ പാർട്ട്ണർഷിപ്പിലേക്ക് പിന്നെ ഇൻവോൾവ് ആകാനോ ഒന്നുമുള്ള റൈറ്റ് എനിക്കുണ്ടാവില്ല. ഇതൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് ഇംപ്ലൈഡ് അതോറിറ്റിയിൽ. ഇംപ്ലൈഡ് അതോറിറ്റി ആണെങ്കിൽ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ബാക്കി പഴയ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഇംപ്ലൈഡ് അതോറിറ്റിയിലേക്ക് പോകും. ഇനി എക്സ്റ്റൻഷൻ ഓർ റെസ്ട്രിക്ഷൻ ഓഫ് പാർട്ട്നേഴ്സ് ലിമിറ്റഡ് ലയബിലിറ്റി. ദാറ്റ് ഈസ് ഇനി ഞാൻ ഇംപ്ലൈഡ് അതോറിറ്റിയിലാണ്, പക്ഷേ എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്ന തേർഡ് പാർട്ടിക്ക് ഞാൻ ഇംപ്ലൈഡ് അതോറിറ്റി ആണെന്നോ എനിക്ക് ലിമിറ്റഡ് അതോറിറ്റി ആണെന്നോ ഞാൻ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൽ മാത്രമേ ഉള്ളൂ അതൊന്നും അയാൾക്ക് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു ഇംപ്ലൈഡ് അതോറിറ്റിയിൽ മാത്രമാണ് പാർട്ട്ണറായിട്ടുള്ളത് അന്ന് അവർക്ക് അറിയാമെങ്കിൽ അവർക്ക് ഒരിക്കലും എൻ്റെ മേലെ കേസ് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് അറിയത്തില്ലെങ്കിൽ മാത്രമേ അവർക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവർ വിചാരിക്കുക ഞാൻ പാർട്ട്ണറാണ് എന്നവർ ചിന്തിച്ചിട്ടാണ് എനിക്കെതിരെ കേസ് കൊടുത്തതെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. ബട്ട് ഇഫ് ദേ നോ ദാറ്റ് ഐ എം നോട്ട് എ പാർട്ട്ണർ ആൻഡ് ഐ എം ഓൾസോ ഓൺലി ഹാവിങ് ലിമിറ്റഡ് അതോറിറ്റി ഇൻ ദ ഫേം, ദേ കാൻ ക്ലെയിം any claim against me. They can't sue any claim against me through the court. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇംപ്ലൈഡ് അതോറിറ്റി. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട, ടെക്സ്റ്റിൽ വായിച്ചു നോക്കുക. എന്താണ് അതോറിറ്റി ഓഫ് എൻ ഏജൻറ്റ് എന്ന് പറയുക? അത് എക്സ്പ്രസ്സും ഉണ്ട് ഇംപ്ലൈഡും ഉണ്ട്. എക്സ്പ്രസ് ആകുമ്പോൾ റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ ഓറലായിട്ടാണ്. ഇംപ്ലൈഡ് ആണെന്ന് പറഞ്ഞാൽ അത് അയാളുടെ കണ്ടക്റ്റ് വെച്ച് തോന്നുക. അത് എന്തൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം യൂഷ്വലി എല്ലാ കാര്യങ്ങളിലും ബിസിനസ് ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ എല്ലാ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസും ഇൻവോൾവ് ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ പേരിൽ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇംപ്ലൈഡ് ആവും. പക്ഷേ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇംപ്ലൈഡ് ആണെങ്കിൽ ഞാൻ റെസ്ട്രിക്റ്റഡ് ആവുന്ന സിറ്റുവേഷൻസാണ് പറഞ്ഞാൽ എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനോ ഡിസ്പ്യൂട്ട്
ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യാനോ ഒരു ക്ലെയിം ചോദിക്കാനോ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നുമുള്ള റൈറ്റ് ഇല്ല. അതേപോലെ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു ഇംപ്ലൈഡ് അതോറിറ്റിയുള്ള എൻ്റെ മേലെ ഒരിക്കലും ഒരു കേസ് കൊടുക്കാൻ അവർക്കറിയാം ഞാനൊരു ഇംപ്ലൈഡ് അതോറിറ്റി മാത്രമാണ്, ഞാൻ ഒരു പാർട്ട്ണർഷിപ്പിൽ സൈൻ ചെയ്തിട്ടില്ല എന്നറിയുമെങ്കിൽ അവർക്ക് ഒരിക്കലും എൻ്റെ മേലെ കേസ് കൊടുക്കാൻ പറ്റത്തില്ല. ഞാനൊരു ഔട്ട്സൈഡറാണ് അല്ലെങ്കിൽ ഞാനൊരു പാർട്ട്ണറല്ല, റിയൽ പാർട്ട്ണറല്ല എന്ന് അവർക്കറിയാമെങ്കിൽ ഒരിക്കലും അവർക്ക് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അതേപോലെ പാർട്ട്നേഴ്സ് അതോറിറ്റി ഇൻ എമർജൻസി, ഒരു എമർജൻസി വരുമ്പോൾ ഉള്ള ഒരു അതോറിറ്റി ഉണ്ട്. ദാറ്റ് ഇസ് എ പാർട്ട്ണർ ഹാസ് അതോറിറ്റി ഇൻ എമർജൻസി ടു ഡു ഓൾ സച്ച് ആക്ട്സ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊട്ടക്ടിങ് ദ ഫേം ഫ്രം ദ ലോസ് as would be done by the person of ordinary prudence in his own case acting under similar circumstances. ഇപ്പോൾ ഒരു എമർജൻസിയിലാണ് ഒരു പാർട്ട്ണറിന് അയാൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഫേമിനെ ലോസിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അത് അയാളുടെ ഒരു കടമയായിരിക്കും. നെക്സ്റ്റ്, the fourth relation is to the third party is effect of admission by a partner. That is, when a partner makes an admission or representation concerning the affairs of the firm, it is sufficient evidence against the firm provided the admission or representation is made by the ordinary course of business. But if the admission or representation is made by the partner beyond the scope of authority, the firm will not be bound by it. ഇപ്പോൾ ഒരു പാർട്ട്ണർ അയാളുടെ കുറേ അതോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, ഇംപ്ലൈഡ് അതുപോലെ എക്സ്പ്രസ്ഡ്. അപ്പം അത് നമ്മളുടെ സഫിഷ്യൻറ്റ് എവിഡൻസ് ഒക്കെ കൊടുത്ത് എല്ലാം പ്രോപ്പർലി റെപ്രസെൻറ്റ് ചെയ്തിട്ട് ബിസിനസ്സിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അത് ഫേം ഏറ്റെടുക്കും. പക്ഷേ ഒരു ഇംപ്ലൈഡ് അതോറിറ്റി ഉള്ള ഒരാൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഒന്നും ചെയ്യാതെ, അഡ്മിഷൻ പ്രൊസീഡിങ്സ് ഒന്നും ഫില്ല് ചെയ്യാതെ അയാളുടെ അതോറിറ്റിക്ക് മേലെ അല്ലെങ്കിൽ അതിനേക്കാളും കവിഞ്ഞൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഫേം ആ ഒരു അഡ്മിഷൻ എടുക്കേണ്ടതില്ല. ദെൻ effect of a notice to an acting partner. That is, notice to a partner who habitually acts in the ordinary course of business on any matter, who habitually acts in the course of the business of the firm, of any matter relating to the affairs of the firm, operates as notice to the firm, except in the case of the fraud of the firm committed by or with the consent of that partner. This follows that the general rule that a notice to an agent to matters relating to agency is notice to the principal. ഒരു ഏജൻറ്റിനുള്ള നോട്ടീസ് അതേ കാര്യങ്ങൾ ഒരു പ്രിൻസിപ്പലിനുള്ള നോട്ടീസ് പോലെയുമാണ്. ദാറ്റ് ഈസ്, ഇപ്പോൾ ഒരു പാർട്ട്ണർ ഹാബിച്വലി അയാൾ എല്ലാ ബിസിനസ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അഫെയർസിലും അയാൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നോട്ടീസ് അത് അയാൾക്കും ഒരു ആക്ടിങ് പാർട്ട്ണറിനും എഫക്റ്റ് ഉള്ളതാണ്. ഒരു ഫ്രോഡ് എന്ന കേസുകൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കൺസെൻറ്റ്, നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് അത്യാവശ്യമായിരിക്കും നോട്ടീസ്. ഓക്കെ, അതാണ് ഫിഫ്ത്ത് കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇസ് ദ ലയബിലിറ്റി ഓഫ് ദ ഫേം ഫോർ റോൺഫുൾ ആക്ട്സ് ഓഫ് എ പാർട്ട്ണർ. അതേപോലെ ഒരു പാർട്ട്ണറിൻ്റെ റോൺഫുൾ ആക്ട്സ് എന്ന് പറയുമ്പോൾ എന്താ, എന്തെങ്കിലും ഒരു കാര്യം വിട്ടു പോകുമോ അല്ലെങ്കിൽ അയാൾ ചെയ്തതൊന്ന് തെറ്റോ അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഓർ ലോസ് ഇസ് കോസ് ടു എ തേർഡ് പാർട്ടി ബിക്കോസ് ഓഫ് വൺ പേഴ്സൺ, അപ്പോൾ ആ ഫേം ലയബിളാണ്. അയാൾ എത്രത്തോളം കാലം പാർട്ട്ണറാണോ ആ ഫേമിൻ്റെ, അപ്പോൾ ആ ഫേം മൊത്തത്തിലായിരിക്കും ലയബിളാവുന്നത്. അപ്പോൾ ഞാനൊരു പാർട്ട്ണറാണ്, ഞാൻ കാരണം ഫേമിൻ്റെ ബിഹാഫിൽ ഒരാൾക്ക് അപകടം പറ്റി. ഇപ്പോൾ ഞാൻ ഫേമിൻ്റെ ആവശ്യത്തിന് വേണ്ടി ബാങ്കിലേക്ക് പോകുകയാണ് വണ്ടിയിലെന്ന് വിചാരിച്ചോ. അപ്പോൾ എൻ്റെ വണ്ടി കൊണ്ട് വേറൊരാൾക്ക് ആക്സിഡൻറ്റ് പറ്റി, എൻ്റെ ഇഞ്ചേർഡായി. അപ്പോൾ ഞാൻ പറയും, ഞാൻ ഈ ഇതിന് വേണ്ടിയിട്ട് ബാങ്കിൽ ക്യാഷ് അടയ്ക്കാൻ വേണ്ടി, ബാങ്കിൻ്റെ ബിഹാഫിലുള്ള ക്യാഷ് അടയ്ക്കാൻ വേണ്ടി പോയതാണ് ഫേമിൻ്റെ ബിഹാഫിലുള്ള എന്ന് പറഞ്ഞാൽ ഫേമും കൂടെ അതിന് ലയബിളായിരിക്കും. നോട്ട് ഓൺലി the firm will also be liable for the wrongful acts of a partner. Next, the liability of firm for misapplication. That is, the firm is liable to make good the laws where a partner acting within the scope of his apparent authority receives money or property from a third party and misapplies. ഇപ്പോൾ ഞാനൊരു മൂന്നാമതൊരാളിൽ നിന്ന് പൈസ അല്ലെങ്കിൽ ഒരു ബ്രൈബ് വാങ്ങിയിട്ട്, ബ്രൈബ് എന്ന് വെച്ചാൽ ഞാൻ അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങി, പൈസ വാങ്ങി അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് അത് ആവശ്യമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നു. അപ്പോഴും ഫേം അതിനെ തിരുത്താൻ അല്ലെങ്കിൽ അതിന് റിക്കവർ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതേപോലെ ദ ഫേം ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് ബിസിനസ് റിസീവ്സ് മണി ഓർ പ്രോപ്പർട്ടി ഫ്രം എ തേർഡ് പാർട്ടി ആൻഡ് സെയിം ഇസ് മിസ്അപ്ലൈഡ് ബൈ ദ പാർട്ട്നേഴ്സ് വൈൽ ഇറ്റ് ഈസ് ഇൻ ദ കസ്റ്റഡി ഓഫ് ദ ഫേം. ഫേമിൻ്റെ തന്നെ വേറെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ, ഇപ്പം 5-6 പാർട്ട്ണർ ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ട്ണറോ ഏതൊരു ഫേമോ ഈ ഒരു പൈസ വാങ്ങുകയാണെങ്കിൽ ബാക്കി എല്ലാ പാർട്ട്നേഴ്സിനും അതിന് ലയബിൾ ആയിരിക്കും. അപ്പോൾ എപ്പോഴും മിസ്ആപ്ലിക്കേഷൻ ഓഫ് ദ ഫണ്ട് ലയബിലിറ്റി ഓഫ് ദ ഫേം ആയിരിക്കും.
ഇത്രയും കാര്യങ്ങളാണ് ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരുമ്പോൾ ഉള്ള റിലേഷൻസ്. അപ്പോൾ ഒന്ന് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ദെൻ ജോയിൻ്റ് ആൻഡ് സെവറൽ ലയബിലിറ്റീസ് ഉണ്ട് പാർട്ട്നേഴ്സിന്. അതോറിറ്റി പറഞ്ഞു, അഡ്മിഷൻ്റെ എഫക്റ്റും നോട്ടീസിൻ്റെ എഫക്റ്റും, അതേപോലെ റോൺഫുൾ ആക്ട്സും, അതേപോലെ ലാസ്റ്റ് മിസ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സും. ഇത്രയും കാര്യങ്ങൾ തേർഡ് പാർട്ടിക്ക് റെസ്പോൺസിബിൾ ആയിരിക്കും, ദ ഫേം ആസ് വെൽ ആസ് ദ പാർട്ട്ണർ. Okay, so next one is the incoming and outgoing partners. So there may be occasions in the life of a firm where the business of the partnership continues without any change, but the agreement among the partners undergoes radical change. Agreement മാറാം, പക്ഷേ ബിസിനസ് അതേപോലെ തന്നെ പോകാം. ചിലപ്പോൾ ഒരു പാർട്ട്ണർ വിട്ടു പോകാം, വേറൊരു പാർട്ട്ണറിനെ നമ്മൾ പുറത്താക്കാം. ചിലപ്പോൾ ഒരു പാർട്ട്ണർ ഇൻസോൾവെൻ്റ് ആവാം, പാപ്പരസി ആവാം, ഒരാൾ മരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, ഇൻട്രൊഡക്ഷൻ, പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതൊക്കെ സംഭവിച്ചാൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകും അല്ലേ? ബിസിനസ് വിൽ ഗോ ഓൺ വാട്ട് എവർ ഹാപ്പൻസ്. അപ്പോൾ പല രീതിയിലുള്ള ചേഞ്ചസ് നമ്മൾ ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ പല മാറ്റങ്ങൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും ആ ഓരോ ചേഞ്ചസിനനുസരിച്ച്. അപ്പോൾ ഓരോ ഭാഗത്ത് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ പാർട്ട്നേഴ്സ് വരികയും പോവുകയും ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫേമിൽ, പാർട്ട്ണർഷിപ്പ് ഫേമിൽ, അതാണ് ഇനി പഠിക്കണേ. അതിൽ ഫസ്റ്റ് ആണ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണർ വരികയാണ്. സോ എ പേഴ്സൺ മേ ബി അഡ്മിറ്റഡ് ആസ് എ ന്യൂ പാർട്ട്ണർ ഓൺലി വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അല്ലേ? നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക് പോകുക, പുതിയൊരു പാർട്ട്ണറിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സും അത് സമ്മതിച്ചിരിക്കണം, കൺസെൻറ്റ് ആവശ്യമാണ്. അതാണ് ഫസ്റ്റ് തിങ്. ഓൺ ആൻ ഇൻകമിങ് ഓഫ് എ പാർട്ട്ണർ he should be agreed by all other partners. Only then he will be admitted as a partner. And the newcomer partner will not be liable for any act done before he become a partner. ഇയാൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യം, അന്ന് ഉണ്ടായ ഒരു നഷ്ടമോ ഒരു കടത്തിനൊന്നും ഒരിക്കലും ഈ ഇൻകമിങ് പാർട്ട്ണർ, പുതിയതായിട്ട് വന്ന പാർട്ട്ണർ റെസ്പോൺസിബിൾ അല്ല. എന്നുവെച്ചാൽ ഞാനൊരു പാർട്ട്ണറായിട്ട് ഒരു കമ്പനി കയറി, അപ്പോൾ ഇന്നലെ ആ കമ്പനി ഒരു വലിയ 1 കോടിയുടെ ലയബിലിറ്റി എടുത്തിട്ടുണ്ട്. സോ ഐ വോണ്ട് ബി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ലയബിലിറ്റി. ഞാൻ അതിന് ലയബിലിറ്റി അല്ല, ബിക്കോസ് ഇറ്റ് വാസ് ബിഫോർ ഐ ബിക്കം എ പാർട്ട്ണർ. ഞാൻ പാർട്ട്ണർ ആവുന്നതിന് മുമ്പെടുത്ത ഒരു അല്ലെങ്കിൽ മുമ്പുണ്ടായ ഒരു പ്രശ്നമാണ്. സോ ഐ വോണ്ട് ബി ലയബിൾ ഫോർ ദാറ്റ്. ആൻഡ് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ സമ്മതിച്ച് ഓക്കെ ഇതുവരെയുള്ള എല്ലാ കടങ്ങൾക്കും ഞാൻ ഓക്കെയാണ്, അതും കൂടെ ഏറ്റെടുത്തിട്ടാണ് ഞാൻ വന്നത് എന്ന് ഞാൻ സമ്മതിച്ച് ഒരു അഗ്രി ചെയ്ത ഒരു അഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ഐ വിൽ ബി റെസ്പോൺസിബിൾ. ഓക്കെ, അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ആയിരിക്കും ആ ലയബിലിറ്റീസ് മുഴുവൻ അവർ നോക്കേണ്ടതും. സെക്കൻഡ് അബൌട്ട് ദ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ഈ ഒരു പാർട്ട്ണർ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അവർ പുറത്തോട്ട് പോവുകയാണ് അല്ലെങ്കിൽ റിട്ടയർ ആവുകയാണെങ്കിൽ അതും എല്ലാവരുടെ സമ്മതത്തോടെ മാത്രമേ പറ്റുള്ളൂ. എല്ലാ പാർട്ട്നേഴ്സും അത് അഗ്രിമെൻറ്റും ചെയ്തിരിക്കണം. വേർ ദ പാർട്ട്ണർഷിപ്പ് ഈസ് അറ്റ് വിൽ. ഒരു പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ, 3 പാർട്ട്ണർഷിപ്പ് നമ്മൾ പറഞ്ഞിരുന്നു. പാർട്ട്ണർഷിപ്പ് ബൈ അഗ്രിമെൻറ്റ്, പാർട്ട്ണർഷിപ്പ് ബൈ വിൽ, അങ്ങനെ. അപ്പോൾ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബൈ വില്ലാണെങ്കിൽ നമ്മളൊരു ടൈം പീരീഡും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ആവശ്യം കഴിയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർഷിപ്പിൻ്റെ കാലാവധി മതി, ഇത്ര നാൾ മതി എന്ന് തോന്നിയാൽ നമുക്ക് നിർത്താം. പക്ഷെ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു നോട്ടീസ് കൊടുത്തിരിക്കണം ബാക്കി എല്ലാ പാർട്ട്നേഴ്സിനും ഞാനിങ്ങനെ റിട്ടയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന രീതിയിൽ പറയണം. അതല്ല, ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ബൈ അഗ്രിമെൻ്റ് ആയിരിക്കാം, നമ്മൾ അഗ്രി ചെയ്തിരിക്കുക, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം ആയിരിക്കാം. അപ്പോഴും ഒക്കെ റിട്ടയർ ആവും. അപ്പോഴും എല്ലാവരുടെ കൺസെൻറ്റും വേണം, എല്ലാവരെയും നിന്ന് അഗ്രിമെൻറ്റും സൈൻ ചെയ്തിരിക്കണം. ആൻഡ് ഫോർ അറ്റ് ദ പാർട്ട്ണർഷിപ്പ് അറ്റ് ദ വിൽ വി വോണ്ട് ടു ഗിവ് എ നോട്ടീസ് ഇൻ പ്രയർ ഇൻഡിക്കേറ്റിംഗ് ദ ഇൻറ്റൻഷൻ ടു resign from the firm. Then third one is expulsion. Before that we want to know what are the liabilities of a retiring partner. അപ്പം ഒരാൾ റിട്ടയർ ചെയ്ത് പോകുന്നു എന്ന് വെച്ചാൽ അയാൾ അവിടുത്തെ ഡെപ്റ്റിനും അല്ല ഒബ്ലിഗേഷൻസിൽ നിന്നൊന്നും പോകത്തില്ല, പാർട്ട്ണർ അല്ലാതാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഹി വിൽ ബി ലയബിൾ ഫോർ ഓൾ ദി ഡെപ്റ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഇൻക്വയർഡ് ബൈ ദ ഫേം ബിഫോർ ദ റിട്ടയർമെൻറ്റ്. ഇപ്പം ഇന്നലെ ഒരു വലിയ കടം വന്നതുകൊണ്ട് ഞാൻ ഇന്ന് റിട്ടയർ ചെയ്തു, അപ്പോൾ ഞാൻ ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വെച്ചാൽ ഇല്ല. ബിക്കോസ് ബിഫോർ ദ റിട്ടയർമെൻറ്റ് ഇറ്റ്സെൽഫ് ദ ലയബിലിറ്റി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് അല്ലേ, ഡെപ്റ്റ് ഒബ്ലിഗേഷൻസ് വന്നു. അതുകൊണ്ട് ഞാനും ബാക്കിയുള്ളവരെ പോലെ തന്നെ ഇതിന് വേണ്ടി ക്രെഡിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള പൈസ തിരിച്ചു കൊടുക്കാൻ ഞാനും റെസ്പോൺസിബിൾ ആയിരിക്കും. ആൻഡ് ദ റിട്ടയർ പാർട്ട്ണർ അലോങ് വിത്ത് അതർ പാർട്ട്നേഴ്സ് till its retirement continues to be liable as a partner to the third parties for any act done after the retirement of the partner until a public notice is given to the റിട്ടയർമെൻറ്റിന് പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നവരെ ഈ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് പോകും. ആസ് എ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന കൺസെപ്റ്റിലായിരിക്കും അപ്പോൾ വർക്ക് ചെയ്യുന്നത്. പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിൽ പറഞ്ഞില്ല, അതുപോലെ ആയിരിക്കും ഒരു റിട്ടയർഡ് പാർട്ട്ണറിൻ്റെ ലയബിലിറ്റി വരുന്നത്. അതാണ് ഒരു റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണറിൽ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ എന്ത് വേണം, അതുപോലെ റിട്ടയർമെൻറ്റിൽ എന്തൊക്കെയാണ് അവരുടെ ഫീച്ചേഴ്സ് എന്നാണ് പറഞ്ഞത്. തേർഡ് ഈസ് ഓൺ ദി എക്സ്പെൽഷൻ ഓഫ് എ പാർട്ട്ണർ.
എക്സ്പെൽഷൻ ഓഫ് എ പാർട്ട്ണർ. എക്സ്പെൽഷൻ എന്ന് നമ്മൾ അവരെ എക്സ്പെൽ ചെയ്യുക, പുറത്തോട്ടാക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്മിസ് ചെയ്ത ഒരാളെ കളയുന്ന ആ ഒരു കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിലും ഒരു കോൺട്രാക്റ്റിലൂടെ മാത്രമേ നമുക്ക് എക്സ്പെൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. വി ഷുഡ് സൈൻ എ കോൺട്രാക്ട് വിത്ത് അതർ പാർട്ട്നേഴ്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു എക്സ്പെൽ ദാറ്റ് പാർട്ട്ണർ ഫ്രം ആ ഫേം. And this will be exercised only with getting the maximum vote from the majority of the partners. ഇപ്പം 100 പേരുള്ളൊരു 20 പേരുള്ളൊരു പാർട്ട്ണർഷിപ്പാണെന്ന് വെച്ചോ. അപ്പം 20 പേരിൽ 11 പേര് ഒരാളെ, അല്ലെങ്കിൽ മിനിമം 10 കൂടുതൽ ആൾക്കാർ ഒരാൾക്കെതിരെ കേസ് അയാൾ എക്സ്പെൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രമേ, മെജോറിറ്റി വോട്ട്സ് കിട്ടിയാൽ മാത്രമേ അയാൾ നമുക്ക് എക്സ്പെൽ ചെയ്യാനും പറ്റത്തുള്ളൂ. ആൻഡ് ദിസ് ഷുഡ് ബി ഡൺ ഇൻ എ ഗുഡ് ഫെയ്ത്ത്. നല്ലൊരു വിശ്വാസത്തെ അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ തന്നെയായിരിക്കണം നമ്മൾ എക്സ്പെൽ ചെയ്യുന്നതും. ഇത്രയാണ് എക്സ്പെൽഷനിലുള്ളത്. ഇനി എക്സ്പെൽഷൻ ഓഫ് എ പാർട്ട്ണർ വിൽ ബി വാലിഡ് ഓൺലി ഇഫ് ദ പാർട്ട്ണർ ഇസ് ടു ബി എക്സ്പെൽഡ് എ സർവീസ് വിത്ത് എ നോട്ടീസ്. അയാളെ നമ്മൾ നേരത്തെ അറിയിച്ചിരിക്കണം. അയാളോട് പറയണം, നിങ്ങളെ എക്സ്പെൽ ചെയ്യാൻ പോകുകയാണ്, ഇങ്ങനെ ഒരു ഡീഡ് നിങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളെ എക്സ്പെൽ ചെയ്യാൻ പോകണം എന്നുള്ളത് നമ്മൾ നേരത്തെ അയാളെ അറിയിക്കണം. അപ്പോൾ അയാൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം. അയാൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് പറയാനുള്ളൊരു അവസരം കൊടുത്തിരിക്കണം. ഓക്കെ. ഇഫ് എ പാർട്ട്ണർ ഈസ് എക്സ്പെൽ വിത്തൗട്ട് കംപ്ലൈയിങ് വിത്ത് ദ കണ്ടീഷൻസ്, ഒരു കാര്യങ്ങളില്ലാതെ പെട്ടെന്ന് അങ്ങ് പുറത്താക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇറഗുലർ എക്സ്പെൽഷനേ പറയുള്ളൂ. ഓക്കെ. അപ്പോൾ അയാൾ ഒരു പാർട്ട്ണർ അല്ലാണ്ട് ആവത്തില്ല. എന്തായാലും നോട്ടീസ് കൊടുത്തിരിക്കും. ഒരാളെ എക്സ്പെൽ ചെയ്യണമെങ്കിൽ നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുക്കാണ്ടാണ് എക്സ്പെൽ ചെയ്യുന്നതെങ്കിൽ അത് ഇറഗുലർ എക്സ്പെൽഷനാണ്. അപ്പോൾ ഒരിക്കലും അയാൾ പാർട്ട്ണർ അല്ലാതെ ആവുന്നില്ല. അയാൾ അറിഞ്ഞിട്ടില്ല, അയാൾക്ക് നോട്ടീസ് പീരീഡ് കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ അയാൾക്ക് പിന്നെ വേണമെങ്കിൽ ക്ലെയിം ചെയ്യാനൊരു അവസരം ഉണ്ടാവും. The fourth one is insolvency of a partner. ഇനി ഇൻസോൾവൻസി വരിക, ദാറ്റ് ഈസ് അബ്ജുഡിക്കേറ്റഡ് ഇൻസോൾവെൻറ്റ്, പാപ്പരസിയായി അങ്ങനെ ഒരു, അല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിക്ക് വലിയ സുഖമില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ the firm is dissolved on the date of the order of abjudication by the partners may specifically provide that on such a contingency the firm shall not be dissolved. ഒരു പാർട്ട്ണർ അതുപോലെ ഇൻസോൾവൻ്റ് ആയി പോയതുകൊണ്ട് പറയണം, ഇത് ഒരു പാർട്ട്ണറല്ലേ പോയുള്ളൂ, ബാക്കി അത്രയും പാർട്ട്നേഴ്സ് ഉണ്ട്, സോ ഫേമിനെ ഡിസോൾവ് ചെയ്യുന്നില്ല എന്നൊരു അബ്ജുഡിക്കേഷൻ ഓർഡർ നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യണം. Then the estate of the insolvent partner is not liable for the act of the firm done after the date of order of abjudication. A public notice regarding insolvency is not required. ഇപ്പം നമ്മൾ റിട്ടയർമെൻറ്റിലും ഇമ്പൾഷനിലും ഒക്കെ എക്സ്പൾഷനിലൊക്കെ നമ്മൾ പറഞ്ഞൊരു നോട്ടീസ് വേണം. പക്ഷേ ഇൻസോൾവൻസി കേസിൽ ഒരു പബ്ലിക് നോട്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയുള്ള കേസിൽ ഒരു ആക്ടിനും അയാൾ ആ പാർട്ട്ണർ ലയബിൾ അല്ല. അബ്ജുഡിക്കേഷൻ ഓർഡർ കൊടുത്തതിന് ശേഷം പിന്നെ അയാൾ ഒരിക്കലും ഒന്നിനും റെസ്പോൺസിബിൾ ആയിരിക്കില്ല. ആൻഡ് ദ ഫേം ഈസ് ഓൾസോ നോട്ട് ലയബിൾ ഫോർ ദ ആക്ട് ഓഫ് ദി ഇൻസോൾവൻറ്റ് പാർട്ട്ണർ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദി ഓർഡർ ഓഫ് അബ്ജുഡിക്കേഷൻ. ഇങ്ങനെയൊരു ഇൻസോൾവൻറ്റ് പാർട്ട്ണറിൻ്റെ അയാൾ ഓർഡർ ഓഫ് അഡ്ജുഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ഒരിക്കലും അയാൾ എന്ത് ചെയ്താലും, പാർട്ട്ണർഷിപ്പ് എന്ന പേരിൽ അയാൾ വേറെ ആരെയിൽ നിന്ന് പൈസ വാങ്ങിയാലോ അങ്ങനെയൊന്നും ഒരിക്കലും ഫേം ലയബിൾ ആയിരിക്കത്തുമില്ല. ഇതാണ് ഇൻസോൾവൻസി ഓഫ് പാർട്ട്ണറിൽ സംഭവിക്കുന്നത്. നെക്സ്റ്റ്, ദ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഇനി ഒരു പാർട്ട്ണർ മരിക്കുകയാണ്, അന്ന് എന്താ സംഭവിക്കുന്നത്? സോ ദ പാർട്ട്നേഴ്സ് മേ അഗ്രി ടു കണ്ടിന്യൂ ദ ഫേം ഇൻ സ്പൈറ്റ് ഓഫ് ദ ഡെത്ത് ഓഫ് ദി പാർട്ട്ണർ. ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഡിസോൾവ് ആയി പോകും. സോ where under such a contract the firm is not dissolved, the estate is not liable for any act of the firm after his death. ഒരാൾ മരിച്ചതുകൊണ്ട് പിന്നെ അയാൾ ഒരിക്കലും റെസ്പോൺസിബിൾ ആയിരിക്കത്തില്ല. വേണമെങ്കിൽ മുന്നോട്ട് ഫേം കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ഒരു പബ്ലിക് നോട്ടീസിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ മരിച്ച ഒരു കേസിൽ. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ ട്രാൻസ്ഫർ ഓഫ് ദ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഓർ ദ ഷെയർ. ദ പാർട്ട്ണർ മേ ട്രാൻസ്ഫർ ഹിസ് ഇൻട്രസ്റ്റ് ഓർ മോർഗേജ് ഓർ ഷെയർ. അയാളുടെ ഷെയർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് അബ്സല്യൂട്ടായിട്ടും ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ പാർഷ്യൽ ട്രാൻസ്ഫേഴ്സ് നടത്താം, മൊത്തത്തിലോ കുറച്ചായിട്ടോ. ഇറ്റ് ഡസ് നോട്ട് എൻറ്റയർ ദ ട്രാൻസ്ഫർ ഡ്യൂറിങ് ദ കണ്ടിന്യൂൻസ് ഓഫ് ദ ഫേം. ഒരിക്കലും പക്ഷേ അങ്ങനെ ഒരു പാർട്ട്ണറിന് വേറെ ഒരു ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യാനോ, അതുപോലെ ബുക്സ് ഓഫ് അക്കൗണ്ട് ചെക്ക് ചെയ്യാനോ, ദെൻ അക്കൗണ്ട്സ് ഓഫ് ഫേം നോക്കാനോ അതിനുള്ളൊന്നും റൈറ്റ് ഉണ്ടാവില്ല. ഹി വിൽ ഓൺലി ഗെറ്റ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദി പാർട്ട്ണർ. പാർട്ട്ണറിൻ്റെ പൈസയെല്ലാം അയാൾക്ക് ഷെയർ ചെയ്ത്, അബ്സല്യൂട്ട് ആണെങ്കിൽ ഫുള്ളി, പാർഷ്യലാണെങ്കിൽ ആ ഒരു മെൻഷൻഡ് ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റൂ. അതർവൈസ് ഹി കാൺ ബി എ പാർട്ട്ണർ ആസ് ഹി കാൺ ടേക്ക് പാർട്ട് ഇൻ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്, ഓർ ഹി കാൺ ആസ്ക് ഫോർ ദ അക്കൗണ്ട്സ് ഓഫ് ദി ഫേം ഓർ ദ ബുക്സ് ഓഫ്
അക്കൗണ്ട്സ്, ഇൻസ്പെക്ട് ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സിനുള്ള ലയബിലിറ്റീസ് ആൻഡ് ദ റൈറ്റ്സ്. ഇൻട്രൊഡക്ഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, എക്സ്പെൽഷൻ, ഇൻസോൾവൻസി, ഡെത്ത് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഇത്രയും കേസുകളിൽ എന്തൊക്കെയാണ് അവർക്കുള്ള റൈറ്റ്, അതുപോലെ എന്തൊക്കെയാണ് അവർക്കുള്ള റെസ്ട്രിക്ഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. എങ്ങനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് രജിസ്ട്രേഷൻ? സോ ഫോർ ദ രജിസ്ട്രേഷൻ നമുക്കറിയാം എല്ലാത്തിനും എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവും, അതുപോലെ ഒരു ആപ്ലിക്കേഷൻ ഫീയും ഉണ്ടാവും. അത് നമ്മൾ രജിസ്ട്രാർ ഓഫ് പാർട്ട്നേഴ്സ് അവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ ഇൻക്ലൂഡ് ആവേണ്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ നെയിം ഓഫ് ദ ഫേം, പിന്നെ ദ പ്ലേസ് ഓഫ് ദ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, ആ ബിസിനസ് എവിടെയാണോ നടക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പൽ പ്ലേസ്. പിന്നെ ഇനി ഒരു അടുത്താണ് പാർട്ട്ണർഷിപ്പ് ഫേമെങ്കിലും വേറെ അടുത്തും ബിസിനസ് ചെയ്യാം, വേറൊരു ലൊക്കേഷൻ, ആ സ്ഥലം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ പേര്. ദെൻ ദ ഡേറ്റ് ഫ്രം വിച്ച് ദ പാർട്ട്നേഴ്സ് ജോയിൻ ദ ഫേം, പല പാർട്ട്നേഴ്സ് ചിലപ്പോൾ പല സമയങ്ങളിലായിരിക്കാം, അപ്പോൾ അതിൻ്റെ ഡേറ്റ്, പിന്നെ ഓരോ പാർട്ട്നേഴ്സിൻ്റെ പേരും അവരുടെ ഫുൾ അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും, പിന്നെ ഡ്യൂറേഷൻ ഓഫ് ദ ഫേം, ഈ ഫേം എത്ര നാളത്തേക്കാണ് എന്നതിന് ഇപ്പോൾ ഡ്യൂറേഷൻ വെച്ചിട്ടാണ്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം ഒക്കെ ആണെങ്കിൽ ഡ്യൂറേഷനാണ്, അപ്പോൾ എത്ര ഡ്യൂറേഷൻ ഉണ്ട് അതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കണം. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ സൈൻ ചെയ്ത് ഓരോ പാർട്ട്നേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ ഓതറൈസ്ഡ് ഏജൻസും അതിനെ വെരിഫൈ ചെയ്തിട്ട് മാത്രം ഇത് രജിസ്റ്ററിലേക്ക് എത്തിക്കാം. ഇനി രജിസ്റ്റേർഡ് ഇതിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഹി വിൽ റെക്കോർഡ് ദ എൻട്രി. ഇയാൾ നമ്മളെ രജിസ്റ്ററിലേക്ക്, നമ്മുടെ ഫേംസിൻ്റെ രജിസ്റ്റർ ഓഫ് ഫേംസിലേക്ക് എൻട്രി കൊടുക്കുകയും ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹി വിൽ issue his hand a certificate of registration. അപ്പോൾ രജിസ്ട്രേഷൻ ഓഫ് ഫേംസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ ഫേംസ് രജിസ്റ്റർ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പറഞ്ഞത്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫേമാണ്, കമ്പനിയല്ല. അപ്പം ഒരു ആപ്ലിക്കേഷൻ ഫോം, ആപ്ലിക്കേഷൻ ഫീ, ദെൻ ദീസ് ആപ്ലിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നെയിം ഓഫ് ദി ഫേം, ദെൻ പ്ലേസ് ഓഫ് ദി ഫേം, ദെൻ ഇഫ് എനി അതർ പ്ലേസ് ഇസ് ടേക്കൺ ദാറ്റ് ഇറ്റ്സ് നെയിം, date on which all partners have joined the firm, the name and address of all the partners, and also the duration of firm. This is given to the registrars after being verified by all the partners and the authorized agents, and after which the certificate of registration or registration of firms will be done. Okay, ഇനി രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? അപ്പം നമുക്ക് രജിസ്റ്റേർഡ് അല്ലാത്തൊരു ഫേമാണ്, അപ്പോൾ പാർട്ട്നേഴ്സും അതുപോലെ ഫേംസിനും കുറേ കുഴപ്പങ്ങളുണ്ടാകാം. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ആ പാർട്ട്ണറിന് ഫേമിന് അഗെയിൻസ്റ്റ് ഒരു കംപ്ലയിൻറ്റോ അതുപോലെ കൂടെയുള്ള പാർട്ട്നേഴ്സിന് അഗെയിൻസ്റ്റ് ഒരു കംപ്ലയിൻറ്റോ സ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നടന്നു പാർട്ട്നേഴ്സ് തമ്മിൽ, അപ്പോൾ അൺരജിസ്റ്റേർഡ് ഫേമിലാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഫേമിന് അഗെയിൻസ്റ്റ് കുറ്റം കൊടുക്കാനോ അതുപോലെ കൂടെയുള്ള പാർട്ട്നേഴ്സിനെതിരെ ഒന്നും കേസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഫേം രജിസ്റ്റേർഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ആ ഓരോ പാർട്ട്നേഴ്സ് ഇല്ലേ അവരെങ്കിലും രജിസ്റ്റർ ഓഫ് ഫേംസിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം, പാർട്ട്നേഴ്സ് ആയിട്ടെങ്കിലും രജിസ്റ്റേർഡ് ആയിരിക്കണം. ഈ രണ്ട് കേസിൽ മാത്രമേ അവർക്ക് കേസ് സ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു തേർഡ് പാർട്ടിക്കെതിരെ ഒരു കേസ് സ്യൂട്ട് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. നോ സ്യൂട്ട് ക്യാൻ by the firm against the third parties, and also the firm or its partners cannot make a claim of set off or other procedures. സെറ്റ് ഓഫ് വെച്ചാൽ നമുക്ക് എൻഡ് ചെയ്യാനൊന്നും അതിനുള്ള പ്രൊസീഡിങ്സും ചെയ്യാൻ പറ്റത്തില്ല. കനോട്ട് ക്ലെയിം എ സെറ്റ് ഓഫ് ഓർ എനി അതർ പ്രൊസീഡിങ്സ് ഇൻ എ സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അഗെയിൻസ്റ്റ് എ ഫേം ബൈ ദ തേർഡ് പാർട്ടി ടു എൻഫോഴ്സ് എ റൈറ്റ് അറൈസിംഗ് ഫ്രം എ കോൺട്രാക്ട് അണ്ടിൽ ദ രജിസ്ട്രേഷൻ ഈസ് എഫക്റ്റഡ്. രജിസ്ട്രേഷൻ ആവാതെ ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ രജിസ്ട്രേഷൻ എഫക്റ്റ് ആവാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് നോൺ രജിസ്ട്രേഷൻ ഹൗവർ ഡസ് നോട്ട് എഫക്ട് ദ റൈറ്റ് ഓഫ് എ ഫേം ഓർ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ഹാവിംഗ് നോ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ, ആൻഡ് ഓൾസോ ദ റൈറ്റ് ടു നോട്ട് സെറ്റ് ഓഫ് എക്സീഡിങ് ₹100 ഇൻ വാല്യൂ. 100 രൂപ കൂടുതലുള്ളിലേക്ക് രജിസ്ട്രേഷൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു 3 രീതിയിലാണ് നമുക്ക് നോൺ രജിസ്ട്രേഷൻ ആണെങ്കിലുള്ള പ്രശ്നങ്ങൾ. നമുക്ക് ഒരിക്കലും പാർട്ട്നേഴ്സിനെതിരെ, നമ്മുടെ കൂടെയുള്ള കോ പാർട്ട്നേഴ്സിനെതിരെയോ അതുപോലെ നമ്മുടെ ഫേമിനെതിരെയോ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഫേമിന് പാർട്ട്നേഴ്സിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാനോ അതുപോലെ തേർഡ് പാർട്ടീസിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാനോ പറ്റത്തില്ല. പിന്നെ സെറ്റ് ഓഫ് ക്ലെയിംസ് ഒന്നും ഇത്രയും എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടണം ഫേം നിർത്തുമ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റും ഇല്ല. ഇതൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ. അപ്പോൾ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്, ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. കമ്പൽസറി എന്ന് പറയുന്നില്ല, കമ്പനിയുടെ ഒക്കെ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, പക്ഷേ പാർട്ട്ണർഷിപ്പ് കമ്പൽസറി അല്ല. പക്ഷേ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ഡിസല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ആൻഡ് എ ഫേം. ഇനിയൊരു പാർട്ട്ണർഷിപ്പ് നമുക്ക് ഇപ്പോൾ കമ്പനി വൈൻഡിങ് അപ്പ് ഒക്കെ പറയില്ല, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ അതിന് 2 രീതിയിലുണ്ട്. പാർട്ട്ണർഷിപ്പ് നമുക്ക് വേണമെങ്കിൽ ഡിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഫേമിനെ തന്നെ ഡിസോൾവ് ചെയ്യാം. പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ,
നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് മാറ്റുക. ചിലപ്പോൾ ലിമിറ്റഡ് ബൈ ഷെയർസ് അങ്ങനെയൊക്കെ ഉള്ള കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ലയബിലിറ്റി എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് റിലേഷൻസ് മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ഫേമിനെ മൊത്തത്തിൽ നമുക്ക് ഡിസോൾവ് ചെയ്യണമെങ്കിൽ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫേം, അതാണ് ഫേമിനെ. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഡിസോൾവ് ചെയ്യാം. ഇപ്പോൾ പാർട്ട്ണറിൻ്റെ മരണം കൊണ്ടോ ഇൻസോൾവൻറ്റി കൊണ്ടൊന്നും ഫേം നിന്ന് പോകുന്നില്ല, പക്ഷെ വേണമെങ്കിൽ നമുക്ക് നിർത്തുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക്, അല്ലെങ്കിൽ വാട്ട് ആർ ദ മോഡ്സ് ഓഫ് ഡെസൊല്യൂഷൻ ഓഫ് എ ഫേം, അതാണ് ഇനി പഠിക്കാനുള്ളത്. ഒന്നെങ്കിൽ ഡെസൊല്യൂഷൻ ബൈ അഗ്രിമെൻറ്റ്. നമുക്കൊരു മ്യൂച്വൽ അഗ്രിമെൻറ്റിൽ എല്ലാ പാർട്ട്നേഴ്സും സമ്മതത്തോടെ മ്യൂച്വൽ കൺസെൻറ്റ് കൊടുത്താൽ നമുക്ക് അഗ്രിമെൻറ്റിലൂടെ നമുക്ക് ഡിസോൾവ് ചെയ്യാം ആ ഫേമിനെ. അത് സെഷൻ 40 പറഞ്ഞിരിക്കുന്നത്, ഡെസൊല്യൂഷൻ ബൈ അഗ്രിമെൻറ്റ്. Second, dissolution by notice. We can issue a notice showing the intention to dissolve the firm. So in that, the date of the notice is required, and date mention ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇത് എഫക്റ്റീവ് ആവത്തില്ല. അപ്പം അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് സെഷൻ 43 ഡെസൊല്യൂഷൻ ക്യാൻ ബി ഡൺ ത്രൂ എ നോട്ടീസ് ഓർ ഡെസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കോൺസിസ്റ്റൻസി. ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ബൈ ഫോർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം, അപ്പോൾ ഒരു ടേം കഴിഞ്ഞു, അപ്പോൾ ആ ടേം കഴിയുമ്പോൾ വേണമെങ്കിൽ പാർട്ട്ണർഷിപ്പ് നിർത്താം. അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് വരെ. അപ്പോൾ ആ ഒരു അഡ്വഞ്ചർ കഴിഞ്ഞാൽ വേണമെങ്കിൽ അതൊരു സർട്ടൻ കണ്ടിജൻസി, അത് കഴിയുമ്പോൾ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആകാം. ചിലപ്പോൾ ഒരു 2 പാർട്ട്നേഴ്സ് ആയിരിക്കാം മുന്നോട്ട് കൊണ്ടുപോയത്, ആ 2 പാർട്ട്നേഴ്സ് മരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസോൾവ് ചെയ്യാം. അതുപോലെ പാർട്ട്നേഴ്സിൻ്റെ ഇൻസോൾവൻസി വന്നാലും നമുക്ക് ഡിസോൾവ് ചെയ്യാം. ഇങ്ങനെയുള്ള കേസുകളെയാണ് ഓൺ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസി എന്ന് പറയുന്നത്. അത് സെഷൻ 42 പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കമ്പൽസറി ഡെസൊല്യൂഷൻ. കമ്പൽസറി ആയിട്ട് ഡിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഇൻസോൾവൻ്റ് ആണ്, അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഉദ്ദേശിക്കുകയാണ് വേണ്ട നമുക്ക് ഇത് കമ്പൽസറി നിർത്താം, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നതാണെങ്കിൽ നമുക്ക് കമ്പൽസറി ഡിസൊല്യൂഷനിലേക്ക് പോകാം. ഇത് മെൻഷൻ ചെയ്തിരിക്കുന്ന സെഷൻ 41. അതേപോലെ തന്നെ ഇപ്പോൾ അവർ ചെയ്യുന്ന ബിസിനസ് ഒരു അൺലോഫുൾ ആക്ടിവിറ്റിയാണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോടതി ഇൻവോൾവ് ആകും. അതുകൊണ്ട് അതിന് മുമ്പ് വരെ നമുക്ക് വേണമെങ്കിൽ കമ്പൽസറി ഡിസോൾവ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് സെഷൻ 41. പിന്നെ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ബൈ ദ കോർട്ട്. സെഷൻ 44 പറഞ്ഞിരിക്കുന്നത് കോർട്ടിന് പല രീതിയിലുള്ള പല ഗ്രൗണ്ട്സിൽ അവർക്കും ഡിസോൾവ് ചെയ്യാനുള്ളൊരു റൈറ്റ് ഉണ്ട്. ഒരു പാർട്ട്നേഴ്സിൻ്റെ അവരുടെ സംഭവത്തോടെ അല്ലാതെ തന്നെ നിർത്താനുള്ളൊരു ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഇൻസാനിറ്റി. ദാറ്റ് ഈസ് where a partner has become unsound mind, the court can dissolve the firm on the petition of any one of the partner or by the next friend of the insane partner. ഒരു പാർട്ട്ണറിന് അൺസൗണ്ട് മൈൻഡ് എന്ന് വെച്ചാൽ ബുദ്ധി സ്ഥിരത നഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ഡിസോൾവ് ചെയ്യുക. അത് സെഷൻ 44A മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പെർമനൻറ്റ് ഇൻകപ്പാസിറ്റി, അവർക്ക് മുന്നോട്ട് ഇതെങ്ങനെ ബിസിനസ് കൊണ്ടുപോകാനുള്ള കഴിവില്ല എന്ന് കോടതിക്ക് മനസ്സിലായാലും സെഷൻ 44B അനുസരിച്ച് കോർട്ടിന് ഡിസോൾവ് ചെയ്യാം ഒരു പാർട്ട്ണർഷിപ്പ്. പിന്നെ മിസ്കണ്ടക്ട് ഓഫ് ആക്ടിവിറ്റി, അവർ ചെയ്യുന്നത് ബിസിനസ് ഒരിക്കലും പ്രോപ്പറായിട്ടല്ല, അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ളൊരു ബിസിനസ് അല്ല ചെയ്യുന്നത്. അപ്പം മിസ്കണ്ടക്റ്റ് അവർ പെരുമാറ്റം ശരിയല്ലെങ്കിലും അവർക്ക് വേണമെങ്കിൽ നമ്മുടെ കോടതിക്ക് ഇങ്ങനെയുള്ളൊരു പാർട്ട്ണർഷിപ്പിനെ എൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യാം ബൈ ദ സെഷൻ 44C. ദെൻ പെർസിസ്റ്റൻറ്റ് ബ്രീച്ച് ഓഫ് അഗ്രിമെൻറ്റ്. ഇപ്പം പെർസിസ്റ്റൻറ്റ് ബ്രീച്ച് ഓഫ് അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി നമ്മുടെ ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുക, മറ്റവർക്ക് ആ പാർട്ടിയിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പാർട്ട്ണറിന് മറ്റൊരു പാർട്ട്ണറിലേക്ക് ഉണ്ടായിരുന്ന ആ മ്യൂച്വൽ റെസ്പെക്റ്റ് മ്യൂച്വൽ കോൺഫിഡൻസ് നഷ്ടമാകുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് വരും, ആ കോൺഫിഡൻസ് നഷ്ടമായി അവർക്ക് കൺസെൻസസ് ഓഫ് മൈൻഡ് ഉണ്ടാകത്തില്ല. കൺസെൻസസ് ആടിനം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വർക്ക് ചെയ്യില്ല, അവരുടെ കോമൺ മൈൻഡിലല്ല അവർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് സംഭവിക്കും. അപ്പോൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് സംഭവിച്ചാൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് കോടതിക്ക് നിർത്താൻ പറ്റും. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, പക്ഷേ ഒരു പാർട്ട്ണർ ഫുള്ളി അയാളുടെ ഇൻട്രസ്റ്റ് അയാളുടെ ഷെയർ മുഴുവൻ വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അങ്ങനെ ചെയ്താൽ എന്താ, ഇങ്ങനെ വേണമെങ്കിൽ കോടതിക്ക് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യാം. ദെൻ ബിസിനസ് വർക്കിംഗ് അറ്റ് എ ലോസ്, ബിസിനസ് മൊത്തത്തിൽ നഷ്ടത്തിലാണ് പോകുന്നത്. അപ്പോൾ കോടതിക്ക് വേണമെങ്കിൽ ഒരു പാർട്ട്ണർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോടതിക്ക് നിർത്താം ആസ് പെർ ദ സെഷൻ 44E. 44E ബിസിനസ് വർക്കിംഗ് അറ്റ് എ ലോസ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ. ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ തോന്നുക മാനേജ്മെൻറ്റ് ഫുള്ളി അനങ്ങാതെ നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഡെഡ് ലോക്ക് സംഭവിച്ചിരിക്കുന്നു, ആർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ബിസിനസ് മുന്നോട്ട് പോകാനുള്ളൊരു സ്ട്രാറ്റ് അവിടെ ഇല്ല,
ഈ ബിസിനസ് എൻഡായി, ഇനി ഇതിനൊരു ട്രെൻഡില്ല എന്നൊക്കെ നമ്മുടെ കോടതിക്ക് തോന്നിയാൽ അത് ജസ്റ്റ് ആണ്, എക്വിറ്റബിൾ ആണ് ഈ ഒരു ഡെസൊല്യൂഷൻ എന്ന് മനസ്സിലാക്കിയാലും നമ്മുടെ കോടതിക്ക് ഇങ്ങനെയുള്ള പാർട്ട്ണർഷിപ്സ് ഡിസോൾവ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ കേസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ മോഡ്സിലാണ് ഡെസൊല്യൂഷൻ ഓഫ് ഫേം നടക്കുക എന്ന് പറഞ്ഞാൽ ബൈ അഗ്രിമെൻറ്റ്, ബൈ നോട്ടീസ്, ഓൺ ഹാപ്പനിങ് ഓഫ് എ സർട്ടൻ കണ്ടിൻജൻസി, ദെൻ കമ്പൽസറി ഡെസൊല്യൂഷൻ ആൻഡ് ബൈ ദ കോർട്ട്. കോർട്ടിൽ തന്നെ പല കാര്യങ്ങൾ, ഇൻസാനിറ്റി, പെർമനൻറ്റ് ഇൻകാപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ്, മിസ്കണ്ടക്ട് ഓഫ് ദ പാർട്ട്നേഴ്സ്, then persistent breach of agreement or the contract, transfer of interest, business working at a loss, and also just and equitable case. ഇത്രയും കേസുകൾക്ക് കോടതിക്ക് നിർത്താം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടായിരുന്നു. ലയബിലിറ്റീസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വാട്ട് ആർ ദ റിലേഷൻ, തേർഡ് പാർട്ടിയിലേക്ക് ഒരു പാർട്ട്നേഴ്സിനുണ്ടാകുന്ന റിലേഷൻസ് എന്തൊക്കെയാണ് അവരുടെ ലയബിലിറ്റീസ് ആയിട്ട് വരുന്നത്. പിന്നെ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സിൻ്റെ കേസിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ ഇൻകമിങ് പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ് എന്താ, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ, അതുപോലെ അവരുടെ ലയബിലിറ്റീസ് എന്തൊക്കെയായിരിക്കും, അതെല്ലാം ഡിസ്കസ് ചെയ്തു. ദെൻ അബൌട്ട് ദ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഫേം രജിസ്റ്റർ ഓഫ് ഫേംസിൽ നമ്മൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, അതിന് എന്തൊക്കെ റിക്വയർമെൻ്റ് ഉണ്ട് എന്നത് പറഞ്ഞു. ഇനി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേമും അതുപോലെ പാർട്ട്നേഴ്സും ഫേസ് ചെയ്യുക, അതുപോലെ തേർഡ് പാർട്ടീസും ഫേസ് ചെയ്യുക പറഞ്ഞു. ദെൻ ഡെസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആസ് വെൽ ആസ് ഫേം, അതിനുള്ള സ്റ്റെപ്സ്, മോഡ്സാണ് പറഞ്ഞത്. അതിൽ കോർട്ടിൽ തന്നെ കുറേ ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇതിൽ നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് എഴുതേണ്ടത് വാട്ട് ആർ ദി ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ്, ഈ ഒരു കേസുകളിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. നെക്സ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ പാർട്ട്ണർ ഓൺ ഡെസൊല്യൂഷൻ. അപ്പോൾ ഡെസൊല്യൂഷൻ മോഡ്സ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഡെസൊല്യൂഷൻ കാരണം എന്തൊക്കെ റൈറ്റ്സ് കിട്ടും ഒരു പാർട്ട്ണറിന്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഫേസ് ചെയ്യേണ്ട ലയബിലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ.